കടലിലുള്ള സീനൊക്കെ ഭയങ്കര സീനായിട്ട് എടുത്ത് കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വേറെ ലെവൽ. RDXന്റെ അത്രയല്ല കഴിഞ്ഞ വർഷം ഇവരുടെ ടീമിന്റെ അത്രയൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് ഉദ്ദേശിച്ച പണി അങ്ങനെ വന്നില്ല. ലാസ്റ്റ് ഒരു 40-45 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം വേറൊരു ലെവലിലേക്ക് പോകുന്നുണ്ട്. ഷാർക്കിന്റെ ഒരു സീനൊക്കെ VFX ചെയ്തത് ഭയങ്കര ബോറായിപ്പോയി. പെപ്പേരെ പടം കൂടെ അല്ലേ, ഇനി അത് മാസമായിരിക്കും, ഭയങ്കര അടിപ്പടമായിരിക്കും എന്ന് വിചാരിച്ചു. കുറച്ച് പ്രതീക്ഷയിലാണ് കയറി, പക്ഷേ പ്രതീക്ഷ അത്ര ഒന്നുമില്ല. രാജീവ് ഷെട്ടി ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാം മേക്കിംഗ് എല്ലാം സൂപ്പറാണ്. ഫൈറ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ അതിലുള്ള എല്ലാവരും ഒന്നിനൊന്നിനും മികച്ച അഭിനയമാണ് കൊണ്ടല്ലേ കൊടുത്തേക്കുന്നത്. RDXന്റെ അത്രയല്ല കഴിഞ്ഞ വർഷം ഇവരുടെ ടീമിന്റെ അത്രയൊന്നുമില്ല, പക്ഷെ എന്നാലും കണ്ടിരിക്കാം, വാച്ചബിളേ ഉള്ളൂ. ബോട്ടിലാണ് കംപ്ലീറ്റ്. അതാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബോട്ടിനകത്തുള്ള ഫൈറ്റും കാര്യങ്ങളും എല്ലാം ആണ്. പടം തീരണവരെ അത് തന്നെയാണ്. പെപ്പെ കൊള്ളാം, പിന്നെ രാജ്ബി ഷെട്ടി കൊള്ളാം, കുറച്ച് നേരം ഉള്ളെങ്കിലും. പുള്ളിയുടെ എന്താ പറയുക, പുള്ളിയുടെ ഏരിയ ഒക്കെ നൈസായിരുന്നു. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, ടെക്നിക്കലി നന്നായിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് തീറായിരുന്നു. സെക്കൻഡ് ഹാഫ് ഉദ്ദേശിച്ച പണി അങ്ങനെ വന്നില്ല. ഒരു ആവറേജേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഒരു പ്ലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, തീരദേശവും ഈ മീൻ പിടിക്കുന്നതും. കുഴപ്പമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രതീക്ഷയിലാണ് കയറി, പക്ഷേ പ്രതീക്ഷ അത്ര ഒന്നുമില്ല. ഫൈറ്റ് കുഴപ്പമില്ല, പക്ഷെ സ്റ്റോറി ഒന്നും അങ്ങനെ ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നി. ഷാർക്കിന്റെ ഒരു സീനൊക്കെ VFX ചെയ്തത് ഭയങ്കര ബോറായിപ്പോയി. പെപ്പയുടെ കുറേ ആക്ഷൻ സീൻസ് കാണാം, ഒരു ഉശിരുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പിന്നെ നമ്മുടെ രാജ്ബി ഷെട്ടിയൊക്കെ കാസ്റ്റ് ചെയ്തത് ഒരു അങ്ങോട്ടൊരു ഒരു ഗുമ്മ കിട്ടിയില്ല. ഒരു ആവറേജ് ഔട്ടിംഗ് ആയിട്ടേ തോന്നിയുള്ളൂ. തോന്നില്ല. പെപ്പയുടെ ഈ ഒരു ഭയങ്കര ഒരു അടിപ്പടം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു റിവഞ്ച് സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫ് നൈസായിട്ട് കൊണ്ടുപോയത്, അവരുടെ കരയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയി. പിന്നെ ബോട്ടിലെ സീൻസൊക്കെ നല്ല സീൻസായിട്ട് കാണിച്ചിരുന്നു. കാരണം അവരുടെ ജീവിതമൊക്കെ ബോട്ടിലൊക്കെ അവർ ഫസ്റ്റ് ഈ 2 ആഴ്ചയൊക്കെ കടലിലൊക്കെ പോകുമ്പോൾ അവരുടെ ജീവിതം അകത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല സെറ്റ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും കൊള്ളാം, പടം കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. ഇതിൻ്റെ ലാസ്റ്റ് ഒരു 40-45 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം വേറൊരു ലെവലിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നും ലാസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് എന്നല്ല, മൊത്തത്തിൽ ഭയങ്കര എൻഗേജിങ് ആണ്. പിന്നെ ഇൻ്റർവെല്ലിൽ ഒരു നല്ല കിടിലം ടേൺമെൻ്റ് ഒരു പഞ്ച് തന്നായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഞാൻ വിചാരിച്ചു ഇത്രയും ഒരു നല്ലൊരു പഞ്ച് കിട്ടിയപ്പോൾ സെക്കൻഡ് ഹാഫ് പെപ്പേരെ പടം കൂടെ അല്ലേ, ഇനി അത് മാസമായിരിക്കും, ഭയങ്കര അടിപ്പടമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ കഥയുടെ ലിമിറ്റേഷനും ഈ ബോട്ടിൻ്റെ അകത്ത് മാത്രമായി പോയേണ്ട കുറേ ലിമിറ്റേഷനും കാരണം നമ്മളൊരു കൂട്ടിൻ്റെ അകത്തുള്ള പെട്ടുപോലായി. കാരണം വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു അതിൽ. ചുമ്മാ പിന്നെ 1 മണിക്കൂർ വലിച്ചു നീട്ടി ലാസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്ലൈമാക്സിലോട്ട് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അത്രയും ഒരു ഇതായപ്പോഴത്തേക്കും ഒരു ആവറേജ് ഫീലായിപ്പോയി. വൺ ടൈം വാച്ചബിളാണ് എന്തായാലും. ഇത് ഒരു പക്ക അടിപ്പടമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആക്ഷൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സീക്വൻസുകളുണ്ട് ഇതിനകത്ത്. കടലിനകത്ത് വെച്ച് ബോട്ടിലുള്ള കുറേ ഫൈറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ഇത് ആക്ഷന് മാത്രമല്ല മുൻതൂക്കം കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ, പ്ലോട്ടിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പക്ക ആക്ഷൻ മാത്രമല്ല, ഒരു സ്റ്റോറി ലൈനും കൂടി ഈ പടത്തിലുണ്ട്. ടോട്ടലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫിയും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും വേറെ ലെവൽ തന്നെയാണ്. ഈ ഡയറക്ടർ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം കൊള്ളാം. ഫൈറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഫൈറ്റ് പടമാണ് മൊത്തത്തിൽ. കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടമാണ്. വേറെ കൂടുതലായിട്ട് അങ്ങനെ ആദ്യം ഒന്നും പറയാനൊന്നുമില്ല. വന്ന് ഓണത്തിനൊക്കെ പറ്റിയൊരു ഫസ്റ്റ് മോഡ് പടമാണ്. രാജ്ബി ഷെട്ടി ആയിക്കോട്ടെ, പെപ്പെ ആൻ്റണി ആയിക്കോട്ടെ, ബാക്കി നന്ദു, പിന്നെ പ്രമോദ് ഏട്ടൻ, വെളിയനാട് പ്രമോദ്, അദ്ദേഹം എല്ലാവരുടെ പെർഫോമൻസും കൊള്ളാം. നല്ല പടമാണ്. നമ്മളിതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ പടം നമ്മൾ കാണുന്നെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. ഒരു ഓണത്തിന് ഇങ്ങനെ ഒരു പടം വന്ന് എന്തായാലും നന്നായി, നല്ല പടമാണ്.